നമസ്കാരം. അടുത്ത കാലത്തായി കേരള രാഷ്ട്രീയത്തിൽ ചില പുകമറകൾ സൃഷ്ടിക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ആർക്കെതിരെ? കേരളത്തിലെ സാധാരണക്കാരായ യുവാക്കളുടെ ശബ്ദമായ പോരാട്ട വീര്യത്തിന്റെ പര്യായമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. വ്യക്തിപരമായ ലാഭങ്ങൾക്കും രാഷ്ട്രീയ അജണ്ടകൾക്കും വേണ്ടി ചിലർ ചമച്ചുണ്ടാക്കുന്ന കഥകൾ കൊണ്ട് തളരുന്നതല്ല രാഹുൽ എന്ന നേതാവ്. നിയമത്തിന്റെ വഴിയെ നീങ്ങുന്നു എന്ന് പറയുന്നവർ, കോടതിയെയും പോലീസിനെയും മുൻനിർത്തി വാർത്തകളിൽ നിറയുവാൻ ശ്രമിക്കുന്നവർ ഒന്ന് ഓർക്കുക. ജനപിന്തുണയുള്ള ഒരു നേതാവിനെ തളർത്തുവാൻ നുണപ്രചാരണങ്ങൾ കൊണ്ട് നടക്കില്ല. മാധ്യമങ്ങളെയും സഹപ്രവർത്തകരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കുവാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കും നടത്തുന്ന സമരങ്ങൾക്കും മറുപടി പറയുവാൻ കഴിയാത്തവർ ഇത്തരം ആരോപണങ്ങളുമായി വരുന്നത് സ്വാഭാവികം മാത്രം. കേരള രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു യുദ്ധക്കളമാണ്. അവിടെ ആരോപണങ്ങൾ അമ്പുകളാകുന്നു, പോസ്റ്റുകൾ പടവാളുകളാകുന്നു. എഴുത്തുകാരൻ VR സുധീഷിനെതിരെയുള്ള പരാതിയും മാധ്യമങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവുമായി MA ഷഹനാസ് എന്ന പേര് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. എന്നാൽ ഈ പുകമറകൾക്ക് പിന്നിൽ ലക്ഷ്യം വയ്ക്കുന്നത് തെരുവിലെ പോരാട്ടങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച യൂത്ത് കോൺഗ്രസിന്റെ കരുത്തനായ അമരക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ? ഷഹനാസിന്റെ പോസ്റ്റുകളെ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയ അജണ്ടകൾ എന്തൊക്കെയാണ്? തനിക്കെതിരെ ഉയർന്ന വാർത്തകളെ പുരുഷാധിപത്യത്തിന്റെ വേട്ടയാടലായി ഷഹനാസ് ചിത്രീകരിക്കുമ്പോൾ അതിന് പിന്നിലെ വസ്തുതകൾ നാം പരിശോധിക്കണം. ആദ്യമേ ഷഹനാസിന്റെ പോസ്റ്റ് നോക്കാം. സമകാലീന സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വ്യാജ വാർത്തകൾ. സോഷ്യൽ മീഡിയ ലോകവ്യാപകമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ കാലത്ത് ഒരു വാർത്ത ശരിയോ തെറ്റോ എന്നറിയാതെ കൊടുങ്കാറ്റ് പോലെ പടരുന്ന വ്യാജ വാർത്തകൾ വാർത്തകളുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത വീണ്ടും വീണ്ടും തകർക്കുകയാണ്. ദിസ് ഈസ് നോട്ട് മൈ മീ ടു ബട്ട് ഓൺലി മൈ റെസ്പോൺസ് എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്റിലൂടെ ഞാൻ VR സുധീഷിനെതിരെ ആരോപിച്ച കാര്യങ്ങൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെഷൻസ് 354A 354D1I 506 വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുമുണ്ട്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഈ കേസിൽ കോടതിയിൽ 164 മൊഴി ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ VR സുധീഷിനെതിരെ നൽകിയ പരാതി ഇന്നും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ മാനനഷ്ടത്തിന് VR സുധീഷ് കൊടുത്ത പരാതിക്ക് വന്ന നോട്ടീസിന് ഞാൻ മറുപടി നൽകിയതാണ്. ആ കേസ് സിവിൽ, ക്രിമിനൽ എന്നിങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ സിവിൽ കേസ് സമൻസ് എനിക്ക് വന്നിരുന്നു. എന്നാൽ 25/2/2026 ഈ നിമിഷം വരെ ക്രിമിനൽ കേസിൽ എനിക്ക് സമൻസ് വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് വരാത്ത സമൻസിൽ, ഞാൻ അറിയാത്ത സമൻസിൽ, ഞാൻ കൈപ്പറ്റാത്ത സമൻസിൽ, എനിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സമൻസിൽ എനിക്ക് ജാമ്യമില്ല വാറണ്ട് എന്നാണ് വാർത്ത വന്നത്. എനിക്ക് പറയാനുള്ളത് 24 ന്യൂസ് ചാനലിനോടാണ്. എനിക്ക് ജാമ്യമില്ല വാറണ്ട് എന്നും അതിന്റെ പേരിൽ 2 SHOമാരെ കോടതി രൂക്ഷമായി ശകാരിച്ചുമെന്ന് വാർത്തയാക്കിയത് എന്ത് തെളിവിന്റെയും ആധികാരികതയുടെയും അടിസ്ഥാനത്തിലാണ്? 24 ന്യൂസിൽ ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തെ വിളിപ്പിക്കാൻ നടത്തിയ അഭിമുഖത്തെ എതിർത്ത് സംസാരിച്ചതുകൊണ്ടാണോ? സ്ത്രീകൾക്കെതിരെ ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകുമെന്നുള്ളതാണോ ഈ വിഷയത്തിൽ ചാനലിന്റെ അജണ്ട? എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിയാതെ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ തോന്നിയതുപോലെ എനിക്കെതിരെ കഥകൾ നെയ്ത് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച ചാനലിനോട് പറയട്ടെ, കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, ബേപ്പൂർ, നടക്കാവ് ഈ 3 സ്റ്റേഷനിൽ SHOമാരെ വിളിച്ചു സംസാരിച്ചു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അവിടെ എവിടെയും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു കേസിൽ എനിക്കെതിരെ അവരെ എങ്ങനെയാണ് കോടതി ശാസിക്കുക? ഇത്തരത്തിൽ അപമാനിച്ചതിന് 24 ന്യൂസ് ചാനലിന്റെ തലപ്പത്തുള്ളവർക്ക് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പരസ്യമായി തന്നെ എനിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. അബ്യൂസർമാരുടെയും അനുകൂലികളുടെയും അജണ്ടകൾക്ക് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നതാണ് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഏറ്റവും ഹീനമായ ആക്രമണ രീതി എന്നാണ് MA ഷഹനാസിന്റെ പോസ്റ്റ്. ഷഹനാസിന്റെ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വ്യാജ വാർത്തകൾക്കെതിരെയും മാധ്യമധർമ്മത്തെക്കുറിച്ചും വലിയ വാക്കുകളിൽ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ വരികൾക്കിടയിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെയാണ്. തനിക്കെതിരെ വന്ന കോടതി സമൻസിനെയും വാറന്റിനെയും കുറിച്ച് ചാനലുകൾ വാർത്ത നൽകിയപ്പോൾ അത് രാഹുലിനെ വിളിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അവർ ആരോപിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ വിളിപ്പിക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആരുടെയും സഹായമില്ല. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെളുത്ത ഖദർ പോലെ സുതാര്യമെന്നാണ് രാഹുൽ അനുകൂലികൾ വ്യക്തമാക്കുന്നത്. തെരുവിലെ പോരാട്ടങ്ങളിലൂടെയും ജനകീയ വിഷയങ്ങളിലൂടെയും അദ്ദേഹം നേടിയെടുത്തതാണ് ഇന്നത്തെ ജനപ്രീതി. ഷഹനാസ് തന്റെ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്, ഹാഷ്മി നടത്തിയ അഭിമുഖത്തെ എതിർത്തതുകൊണ്ടാണോ തനിക്കെതിരെ വാർത്തകൾ വരുന്നതെന്ന്. സ്വന്തം വീഴ്ചകൾ മൂടിവെക്കുവാൻ എന്തിനാണ് മറ്റൊരാളുടെ പേര് വലിച്ചിഴക്കുന്നത്? അതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? അദ്ദേഹം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയല്ല രാഷ്ട്രീയം കളിക്കുന്നത്.
തനിക്കെതിരെ വ്യക്തിഹത്യ നടന്നപ്പോൾ തന്നെ അദ്ദേഹം നിയമത്തിന്റെ വഴിയാണ് തെരഞ്ഞെടുത്തത്. അതാണ് മാന്യത. ഷഹനാസ് തന്റെ പോസ്റ്റിൽ പുരുഷാധിപത്യമെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ സ്ത്രീകളെ ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ടി പോരാടുവാനും പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് രാഹുൽ. ചുരുക്കത്തിൽ നിയമപരമായ നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനായി രാഹുൽ മാങ്കൂട്ടത്തിലെ പോലൊരു ജനകീയ നേതാവിനെ കരുവാക്കുന്നത് തീർത്തും അപലപനീയമാണ്. നുണകൾ കൊണ്ട് കോട്ട കിട്ടുന്നവർക്ക് സത്യത്തിന്റെ വെളിച്ചത്തിന് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാനാകില്ല. സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്ന് പറയാറുണ്ട്. പക്ഷേ അവസാനം വിജയിക്കുന്നത് സത്യം മാത്രമായിരിക്കും. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് തുടരാം. പക്ഷേ ഈ നാട്ടിലെ യുവാക്കൾക്കറിയാം ആരാണ് തങ്ങൾക്കൊപ്പം നിൽക്കുന്നതെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പോരാളിയെ തളർത്താൻ ഇത്തരം സ്ക്രിപ്റ്റുകൾ മതിയാകില്ല. നട്ടലുള്ള രാഷ്ട്രീയമാണ് കരുത്തെന്നാണ് രാഹുൽ അനുകൂലികൾ വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് എം.എ. ഷഹനാസ് തന്റെ ഓരോ പോസ്റ്റിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് ആവർത്തിച്ചു കൊണ്ടുവരുന്നത്? ഉത്തരം ലളിതമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ബ്രാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നത് തന്നെ. ഷഹനാസിനെതിരെ കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളും വരാനിരിക്കുന്ന നിയമ നടപടികളും ചർച്ചയാകുമ്പോൾ അതിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിക്കുവാൻ ഏറ്റവും എളുപ്പവഴി രാഹുലിനെ പോലൊരു ജനകീയ നേതാവിനെതിരെ വിരൽ ചൂണ്ടുക എന്നതാണ്. രാഹുലിന്റെ പേര് പറഞ്ഞാൽ വാർത്തയാകുമെന്ന് അവർക്കറിയാമെന്ന് രാഹുൽ അനുകൂലികൾ പറയുന്നു. ലക്ഷക്കണക്കിന് യുവാക്കൾ ആവേശത്തോടെ പിന്തുടരുന്ന ഒരു നേതാവിനെ വ്യക്തിഹത്യ നടത്തിയാൽ ആ പ്രസ്ഥാനത്തിന്റെ വീര്യം കുറയ്ക്കാമെന്ന് ചിലർ കണക്കുകൂട്ടുന്നു. പക്ഷേ അവർ മറന്നുപോകുന്നത് ഒന്ന് മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് വെറുമൊരു വ്യക്തിയല്ല, അതൊരു അനീതിക്കെതിരെ പോരാടുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ വികാരമെന്ന് രാഹുൽ അനുകൂലികൾ വ്യക്തമാകുന്നു. ഷഹനാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ പോരാട്ടത്തിൽ ആരാണ് മാന്യമായി പ്രതികരിക്കുന്നത്? അത് കേരളം കണ്ടതാണ്. തന്റെ പേരിൽ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിനും വ്യക്തിഹത്യ നടത്തുവാൻ ശ്രമിച്ചതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് 10 കോടി രൂപയുടെ മാനനഷ്ട നോട്ടീസാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഇത്രയും വലിയ തുകയുടെ കേസ് നൽകിയത്? അത് പണത്തിന് വേണ്ടിയല്ല, മറിച്ച് ഒരാളുടെ വ്യക്തിത്വത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ കരിവാരി തേക്കണമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന കൃത്യമായ സന്ദേശം നൽകാനാണ്. തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് രാഹുലിന് കോടതിയെ സമീപിക്കാൻ കഴിഞ്ഞത്. ഷഹനാസിന്റെ പോസ്റ്റുകളിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അവർക്ക് ആ കോടതി നോട്ടീസിനെ നിയമപരമായി നേരിടാൻ കഴിയുമായിരുന്നു. പകരം അവർ ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഫേസ്ബുക്കിൽ വൈകാരികമായ പോസ്റ്റുകളിട്ട് സ്വയം ചിത്രീകരിക്കുകയാണ്. തനിക്ക് സമൻസ് വന്നിട്ടില്ലെന്നും മാധ്യമങ്ങൾ നുണ പറയുകയാണെന്നും ഷഹനാസ് ആവർത്തിക്കുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് കോടതിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ്. ഷഹനാസ് തന്റെ പോസ്റ്റിൽ നീതി ലഭിക്കണമെന്ന് പറയുന്നു. തീർച്ചയായും നീതി ലഭിക്കണം. അത് കോടതിയിലാണ് ലഭിക്കേണ്ടത്, അല്ലാതെ ഫേസ്ബുക്ക് ലൈവുകളിലും പോസ്റ്റുകളിലുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വഴി തെളിയിച്ചു കഴിഞ്ഞു. തെരുവിലെ പോരാട്ടങ്ങളിൽ തളരാത്ത രാഹുലിനെ ഇത്തരം സൈബർ അറ്റാക്കുകൾ കൊണ്ട് വീഴ്ത്താമെന്ന് ആരും സ്വപ്നം കാണേണ്ട എന്നാണ് രാഹുൽ ആർമി മുറവിളി കൂട്ടുന്നത്.